സമാധാനത്തിൻ്റെയും സന്ദേശവുമായി എത്തിയ ക്രിസ്മസ് നമ്മുടെ ജീവിതങ്ങളിൽ പ്രത്യാശയും പുതുജീവനും നിറയ്ക്കട്ടെ. ഈ പുതുവർഷത്തെ ആത്മവിശ്വാസത്തോടെയും പ്രത്യാശയോടെയും കൂടെ നമുക്ക് സ്വാഗതം ചെയ്യാം. പുതിയ വർഷം നമ്മുടെ ജീവിതങ്ങളിൽ ആരോഗ്യവും സന്തോഷവും സമാധാനവും വിജയവും കൊണ്ടുവരട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഇനാഗുറൽ ഫംഗ്ഷനിലേക്ക് ആദ്യമായി ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നത് നമ്മുടെ BCMC പ്രസിഡൻറ്റ് ലിറ്റി ജിജോയെയാണ്. ലിറ്റിയാണ് കഴിഞ്ഞ 2 വർഷമായി BCMCയെ നയിക്കുന്നത്. നമ്മുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് കൂടിയാണ് ലിറ്റി. ലിറ്റിയുടെ കലാപരമായ കഴിവിനെയും ലീഡർഷിപ്പിനെയും പറ്റി ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല, നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. BCMCയുടെ കമ്മിറ്റിയിൽ പല പ്രാവശ്യം ഇരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ലിറ്റി. കമ്മിറ്റിയിലുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും എപ്പോഴും BCMCക്ക് വേണ്ടി വളരെയധികം പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. സോ ഐ വെൽക്കം ലിറ്റി ടു ദ സ്റ്റേജ്. Now I welcome our chief guest, Father Shanju Kochupurekal. Father Shanju Kochupurekal നമ്മുടെ ക്രൈസ്റ്റ് ദ കിങ് ക്നായ മിഷൻ്റെ ഡയറക്ടറാണ്. കൊച്ചുപറമ്പിൽ നമ്മുടെ ബർമിംഗ്ഹാം ക്രൈസ്റ്റ് ദ കിങ് ക്നായ മിഷൻ്റെ ഡയറക്ടറാണ്. അദ്ദേഹം 6 വർഷമായി ഇവിടെ സേവനം ചെയ്യുന്നു. അതുപോലെ തന്നെ അവർ ലേഡി ഓഫ് ലോർഡ്സ് ഡഡ്ലിയുടെ വികാരി കൂടിയാണ്. നമ്മുടെ മലയാളികൾക്ക് വേണ്ടി മാത്രമല്ല, അദ്ദേഹം ഇംഗ്ലീഷുകാർക്കും സേവനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ റസൽ സോൾ ഹോസ്പിറ്റലിലെ ചാപ്ലിനാണ്. അങ്ങനെ ഒത്തിരിയേറെ സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഫാദർ ഷഞ്ചു കൊച്ചുപറമ്പിൽ. അതുപോലെ ഏറ്റവും അധികമായി പറയേണ്ടത് അദ്ദേഹം ഒരു വലിയൊരു സിംഗറാണ്. ഞാൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ പാട്ടുർവാന കേട്ടിട്ട് അമേസ്ഡായിട്ട് ഇരുന്ന് പോയിട്ടുണ്ട്. അത്രയ്ക്കും നല്ലൊരു സിംഗറാണ്. അപ്പോൾ ഐ വെൽക്കം ഫാദർ ഷഞ്ചു കൊച്ചുപറമ്പിൽ ടു ദ സ്റ്റേജ്. അടുത്തത് ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നത് BCMC കമ്മിറ്റി സെക്രട്ടറി സോണിയ പ്രിൻസിനെയാണ്. ഒരു സെക്രട്ടറി എന്ന നിലയിൽ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള സോണിയയുടെ പ്രവർത്തനങ്ങൾ പ്രശംസാർഹമാണ്. BCMCയുടെ പ്രവർത്തനങ്ങളെ ഏകീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നതിൽ സോണിയയുടെ പങ്ക് വളരെ വലുതാണ്. ഐ വെൽക്കം സോണിയ ടു ദ സ്റ്റേജ്. ഏതൊരു അസോസിയേഷനും അല്ലെങ്കിൽ ഏതൊരു ഓർഗനൈസേഷനും ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് ഫൈനാൻസ്. ആ ഫൈനാൻസ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്. പക്ഷേ ആ ഡിഫിക്കൽട്ട് ടാസ്ക് ഏറ്റവും മനോഹരമായും ഈസിയായും കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ BCMCയുടെ ട്രഷററായ നോബിൾ സെബാസ്റ്റ്യനാണ്. കണക്കുകൾ കൃത്യതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ നോബിളിൻ്റെ കഴിവ് അപാരമാണ്. ഐ വെൽക്കം നോബിൾ ടു ദ സ്റ്റേജ്. വെൽക്കം BCMCയുടെ വൈസ് പ്രസിഡന്റ് റീന ബിജു ടു ദ സ്റ്റേജ്. കഴിഞ്ഞ 2 വർഷമായി വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പ്രസിഡന്റിനോടൊപ്പം നിന്ന് BCMCയുടെ എല്ലാ പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ റീന വളരെയധികം പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രസിഡന്റിനോടൊപ്പം നിന്ന് BCMCയെ നയിച്ച ഗ്രേറ്റ് ലീഡറാണ് റീന. ഐ വെൽക്കം റീന ടു ദ സ്റ്റേജ്. Now I welcome our lady representatives Deepa Shaju and Alina Biju to the stage. Lady representatives എന്ന നിലയിൽ ഇവരെക്കാൾ എക്സ്പേർട്ട് ആയിട്ടുള്ള മറ്റൊരാൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്കും ഭംഗിയായിട്ടാണ് അവരുടെ കടമ നിർവഹിച്ചിട്ടുള്ളത്. ഐ വെൽക്കം ബോത്ത് ഓഫ് യു ടു ദ സ്റ്റേജ്. Welcome our Yugma representatives to the stage. They are Rajiv, John and Beena Benny. രാജീവും നമ്മുടെ യുഗ്മയുടെ റീജിയണൽ ജോയിൻറ്റ് സെക്രട്ടറി കൂടിയാണ്. യുഗ്മയും BCMCയും തമ്മിലുള്ള പ്രവർത്തനങ്ങൾ ഏകീകരിച്ച് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചു ഈ 2 വർഷവും. അപ്പോൾ ഐ വെൽക്കം ബോത്ത് ഓഫ് യു ടു ദ സ്റ്റേജ്.
I welcome our BCMC youth representative, Jewel Vinod, Anna Jimmy, Charlie Joseph, Aaron Reggie. BCMC യൂത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനും മുന്നിൽ നിന്ന് നയിച്ചത് ഇവരാണ്. വെൽക്കം ഡാൻസ്, നേറ്റിവിറ്റി ഷോ തുടങ്ങിയുള്ള എല്ലാ പ്രോഗ്രാംസും കുട്ടികളെ പഠിപ്പിക്കുകയും BCMCയുടെ എല്ലാ യൂത്തിൻ്റെ ആക്ടിവിറ്റീസും ഇവരുടെ നേതൃത്വത്തിലാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. So I welcome all of them to the stage. I welcome our dearest Santa to the stage. Santa നമ്മുടെ ഈ മലയാളികളെ, നമ്മുടെ ഈ BCMC കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് എത്തിയതാണ് 2 ദിവസം മുമ്പ്. സോ അദ്ദേഹം വളരെയേറെ സമയവും എഫേർട്ടും എടുത്താണ് അദ്ദേഹം നമ്മളെ കാണാനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത്. സോ ഐ വെൽക്കം സാന്റ ടു ദ സ്റ്റേജ്. പ്രിയപ്പെട്ട നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് സഞ്ജു കൊച്ചുപറമ്പിലച്ച, പ്രിയപ്പെട്ട BCMCയുടെ കഴിഞ്ഞ വർഷങ്ങളിലെ ഭാരവാഹികളെ, അതുപോലെ BCMCയുടെ എല്ലാമായ BCMC നിങ്ങളില്ലാതില്ല നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളെ, 2025 ക്രിസ്മസിൻ്റെയും 2026 പുതുവർഷത്തിൻ്റെ ആഘോഷങ്ങളിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. സ്നേഹത്തിൻ്റെയും കരുണയുടെയും സന്ദേശവുമായി ക്രിസ്മസും പുത്തൻ പ്രതീക്ഷകളും പുതിയ തുടക്കങ്ങളുടെയും പ്രതീകമായി പുതുവത്സരവും നമ്മുടെ ഇടയിൽ എത്തിച്ചേർന്ന ഈ സുന്ദര നിമിഷത്തിൽ ഈ സന്തോഷകരമായ ആഘോഷങ്ങളിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിൽ അതീവമായ സന്തോഷമുണ്ട്. ക്രിസ്മസ് നമ്മെ സ്നേഹിക്കാനും പങ്കുവയ്ക്കുവാനും പഠിപ്പിക്കുമ്പോൾ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും ഒരു പുതിയ കാൽവെപ്പ് വയ്ക്കുവാനും സ്വപ്നം കാണാനും നവവത്സരത്തിൻ്റെ ആഘോഷങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ഒത്തുചേർന്നിരിക്കുന്ന ഓരോരുത്തരുടെയും സാന്നിധ്യം ഈ ചടങ്ങിന് കൂടുതൽ മനോഹാരിത നൽകുന്നു. ഈ ആഘോഷങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും നല്ല ഓർമ്മകളായി മാറട്ടെ. ഇന്നത്തെ BCMCയുടെ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പ്രാവശ്യവും നിർലോഭമായി സപ്പോർട്ട് ചെയ്യുന്ന സുമനസ്സുകളായ സ്പോൺസേഴ്സിനെ ഞങ്ങൾ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതിനു മുമ്പ് നമ്മുടെ ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമാകാനായിട്ട് എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സഞ്ജു കൊച്ചുപറമ്പിൽ അച്ഛനെ എല്ലാവരുടെയും പേരിൽ ഞാൻ സഹർഷം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രിയപ്പെട്ട BCMC അംഗങ്ങളെ, ഇന്നത്തെ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളിലേക്ക് ഒട്ടും സമയം കളയാതെ നാം ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ അധ്യക്ഷ ലിറ്റിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട നമ്മുടെ വിശിഷ്ട അതിഥി ഷഞ്ജു അച്ഛൻ, അതുപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകർ, പ്രസിഡന്റ് സോണിയ, ട്രഷറർ നോബിൾ ചേട്ടൻ, വൈസ് പ്രസിഡന്റ് റീന, അതേപോലെ തന്നെ നമ്മുടെ ലേഡി റെപ്രസെൻ്റേറ്റീവ്മാർ ദീപയും അലീനയും, അതോടൊപ്പം നമ്മുടെ യുഗ്മ റെപ്രസെൻറ്റേറ്റീവായിട്ടുള്ള ബീന ചേച്ചി, പിന്നെ നമ്മുടെ യൂത്ത് റെപ്പുമാർ അന്നക്കുട്ടി, ചാർലി, പിയ ആൻഡ് അരോൺ, അതുപോലെ തന്നെ നമ്മളെ കാണാനായിട്ട് കഴിഞ്ഞ വർഷവും ഈ വർഷവും ഹൈദരാബാദിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് വന്ന സാന്റ. അപ്പോൾ സാന്തയ്ക്ക് പ്രത്യേകം താങ്ക് യു. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളില്ലാത്ത എന്തൊരാഘോഷം എന്ന് പറഞ്ഞ പോലെ എൻ്റെ പ്രിയപ്പെട്ട BCMC സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും 2025 ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ 2026 ന്യൂ ഇയറിൻ്റെയും നല്ല ആശംസകൾ നേരുകയാണ്. നമുക്കറിയാം, എല്ലാവരും തന്നെ ന്യൂ ഇയർ ആകുമ്പോഴത്തേക്കും പുതിയ പുതിയ റെസൊല്യൂഷനുകളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുത്ത് 2026 എന്ന വർഷത്തെ വരവേൽക്കാനായി ഓൾറെഡി വരവേറ്റു. ഇനിയും പുതിയ കാര്യങ്ങളൊക്കെ എടുത്ത് 2026 ഭയങ്കരമായിട്ട് നല്ലൊരു നല്ലൊരു വർഷമാകട്ടെ എല്ലാവർക്കും. അതോടൊപ്പം തന്നെ BCMCക്കും ഒരു നല്ല വർഷമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം, ഞങ്ങൾ കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് ഈ BCMC കമ്മിറ്റി വളരെ നല്ല രീതിയിൽ കൊണ്ടുപോയെന്നാണ് ഞങ്ങളുടെ ധാരണ, ഞങ്ങളുടെ ടീമിൻ്റെ. അത് ഐ തിങ്ക് നിങ്ങളും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു അവസരം തന്നതിനും ഇങ്ങനെയൊരു 2 വർഷക്കാലം BCMCയിൽ ഇരിക്കാനുള്ളൊരു
അവസരം തന്നെ നിങ്ങൾക്ക് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു അവസരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ഇന്നിവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് നിങ്ങൾ ഓരോരുത്തരുമാണ്, നിങ്ങളുടെ സപ്പോർട്ടാണ്. ഓരോ പ്രാവശ്യവും ഓരോ കാര്യങ്ങൾക്കായി നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സമീപിക്കുമ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്ന് ഇത്രയും നല്ല രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയത്. അത് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ശരിക്കും അഭിമാനമുണ്ട് BCMCയുടെ പ്രസിഡൻ്റാണെന്ന് പറയാൻ. കാരണം ഇന്ന് UK മലയാളി അസോസിയേഷനിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നവരാണ് നമ്മൾ. അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് ശരിക്കും പറഞ്ഞാൽ തികച്ചും അഭിമാനത്തോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളും BCMC എന്ന് പറയുന്നത് അംഗമാകുന്നാൽ അഭിമാനമില്ല നിങ്ങൾക്ക് എല്ലാവർക്കും. കാരണം കായിക രീതിയിലാണെങ്കിലും കലാരീതിയിലാണെങ്കിലും ഏത് രീതിയിൽ ചെന്ന് നോക്കിയാലും BCMC ആണ് ഇന്നത്തെ കാലത്ത് നമ്പർ 1 ആയിട്ട് നിൽക്കുന്നത്. അത് വേറൊന്നുമല്ല, നമ്മളുടെ ആ ഒരു യൂണിറ്റി കൊണ്ടാണ്. നമുക്കറിയാം 2004 നമ്മുടെ ബിനോയ് ഉണ്ട് ഇവിടെ, നമ്മുടെ അന്നത്തെ സ്ഥാപകരിൽ പെട്ട ബിനോയ് ഉണ്ട്. അവരെല്ലാവരും കൂടെ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി അന്ന് അവിടെ രൂപീകരിച്ചു. പക്ഷേ അന്നത് യാർഡ്ലി എക്കോസ്ക്രീൻ കേന്ദ്രീകരണമായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബർമിംഗ്ഹാമിൻ്റെ ഈസ്റ്റ് പാർട്ട് ശരിക്കും പറഞ്ഞാൽ മാസ്റ്റർ ഗ്രീൻ, എക്കോസ്ക്രീൻസ്, യാർഡ്ലി, അതുപോലെ എന്നാ പറയണേ ഹോൾ ഗ്രീൻ, ആ ഒരു ഏരിയ മൊത്തം നമ്മളുടെ BCMCയിലുള്ള ആൾക്കാരാണുള്ളത്. അന്ന് വളരെ കുറച്ച് അംഗങ്ങളുള്ള ഇതിൽ ഇന്ന് ഏകദേശം 160 ഫാമിലി ഈ BCMCയിൽ അംഗമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പം ആ നമ്മുടെ വളർച്ച എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതേപോലെ തന്നെ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെല്ലാവർക്കും തന്നെ എന്നെപ്പോലെ ഇത് ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം BCMCയിൽ ഇവിടെ UK ബർമിംഗ്ഹാമിൽ വരുന്ന ആദ്യം ആൾക്കാർ വിളിക്കുന്നത് എന്നെയാണ്, വേറെ ഒന്നും കൊണ്ടല്ലോ ഇവിടെ ഞാൻ BCMC പ്രസിഡൻ്റ് ആയതുകൊണ്ടാണ്. കാരണം BCMC ആൾക്കാർ വന്ന് ഇവിടെ മലയാള അസോസിയേഷനിൽ സെർച്ച് ചെയ്യുമ്പോൾ ആദ്യം കിട്ടുന്ന നമ്പർ നമ്മുടെയാണ്. അത് മാത്രമല്ല മറ്റുള്ള ആൾക്കാർ അവരോട് പറഞ്ഞു വിടുന്നതും BCMCയെ കോണ്ടാക്ട് ചെയ്യാനാണ്. അപ്പം നിങ്ങളൊന്ന് മനസ്സിലാക്കി നമ്മുടെ BCMCക്ക് എത്രത്തോളം ഒരു എന്നാ പറഞ്ഞത് എത്രത്തോളം ഉയർന്നു നിൽക്കുന്ന ഒരു ഇതിലാണ് മറ്റ് അസോസിയേഷനിൽ വെച്ച്. പലപ്പോഴും ഏരിയ ബൗണ്ടറികൾ വെച്ച് എനിക്ക് പലപ്പോഴും അവരോട് പറഞ്ഞു കൊടുക്കാറുണ്ട്, വേറെ സ്ഥലത്താണ് നിങ്ങൾ പോകേണ്ടത്, കാരണം ഇവിടെ നമ്മൾ ഈസ്റ്റ് ഏരിയ മാത്രമേ നമ്മൾ കവർ ചെയ്യത്തുള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞ് ഞാൻ പലപ്പോഴും മറ്റുള്ളവരെ മറ്റ് അസോസിയേഷനുകളിലേക്ക് ഡയറക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ BCMC പ്രസിഡൻ്റ് ആകുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ശരിയാണ്, നമ്മൾക്കെല്ലാവർക്കും നമ്മളുടെ തന്നെ ഫാമിലി ലൈഫുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫുണ്ട്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ഞാൻ പറയാം, ഈ 2 വർഷക്കാലം കൊണ്ട് ഞാൻ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു കേട്ടോ. പുതിയ ഒത്തിരി സ്കില്ലുകൾ പഠിച്ചു. കാരണം ഇങ്ങനെ ഒരു കമ്മിറ്റി മാനേജ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ലേൺ ക്വൈറ്റ് ലോട്ട്സ് ഓഫ് തിങ്സ്. ഐ തിങ്ക് നിങ്ങൾ എല്ലാവർക്കും എനിക്ക് ഇവർക്ക് എല്ലാവർക്കും തന്നെ സെയിം എക്സ്പീരിയൻസ് ആണ്. എല്ലാവരും ഒത്തിരി കാര്യങ്ങൾ പഠിച്ചു. സോ ഇങ്ങനെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എന്നാ പറയുന്നത്, ഇറ്റ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് കരിയറിലും നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിലൊക്കെ ഉള്ള ഒരു നല്ലൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊരു പൊസിഷൻ എടുക്കുക എന്നുള്ളത്, ഇങ്ങനൊരു കമ്മ്യൂണിറ്റിയെ മാനേജ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ മാത്രമല്ല, നിങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടാണ് നമ്മളിത് മാനേജ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഒത്തിരി പറയുന്നില്ല കേട്ടോ. അതേപോലെ തന്നെ ഈ വർഷക്കാലങ്ങളിൽ ഈ 2 വർഷക്കാലം സത്യം പറഞ്ഞാൽ നമ്മളെ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരുള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഇത്രയും ഭംഗിയായിട്ട് നടത്താൻ പറ്റിയത്. മെയിൻലി നമുക്ക് പറയാനുള്ളത് ഫോക്കസ് ഇൻഷുറൻസ്, അവരെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഫൈനാൻഷ്യൽ സപ്പോർട്ട് സ്പോൺസറാകുന്നത് ഫോക്കസ് ഇൻഷുറൻസ് ആണ്. അതേപോലെ തന്നെ നമ്മളുടെ ഇവിടെ BCMC തന്നെയുള്ള കുറച്ച് ബിസിനസ്സുകാരുണ്ട്, അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നില്ല. അതിൽ വൺ ഓഫ് ഇതാണ് ഫിസിയോ ടുഡേ, അതുപോലെ തന്നെ മിഡ്ലാൻഡ്സ് ഫാർമസി, അതുപോലെ നമുക്ക് നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ജോ ഐപ്പ്, ഇവരെല്ലാം നമ്മളെ സപ്പോർട്ട് ചെയ്തവരാണ്. അതേപോലെ തന്നെ പുറത്തുനിന്നുള്ളവരിൽ പറയുകയാണെങ്കിൽ ജിയ ട്രാവൽസ്, A1 ഫർണിച്ചേഴ്സ്, അതേപോലെ ഞാൻ പറയാൻ മറന്നുപോയി അമ്പിളി ബ്യൂട്ടീസ്, അവർ നമ്മളെല്ലാ വർഷങ്ങളായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അമ്പിളി ബ്യൂട്ടീസ്. അപ്പോൾ ഇത്രയും പേര് ഇത്രയും ആൾക്കാർ നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് മുൻപ് വർഷക്കാലം മറ്റുള്ള ആൾക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് കൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ സാധിച്ചത്. അതേപോലെ തന്നെ നമുക്കറിയാം, നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ ആദ്യമായിട്ടുള്ള ഫീമെയിൽ പ്രസിഡൻറ്റും കൂടുതൽ ഭൂരിപക്ഷം ഫീമെയിൽസാണ് ഈ കമ്മിറ്റിക്കകത്തുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ള നോബിൾ ചേട്ടനും ആരോണും ചാർലിയും ഒഴിച്ച് ബാക്കി ഞങ്ങളെല്ലാം പെണ്ണുങ്ങളാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഈ കമ്മിറ്റിയിൽ ശരിക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിങ്ങളോടൊപ്പം തന്നെ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഫാമിലിക്ക്
ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഫാമിലിക്ക് ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഞങ്ങൾ താങ്ക് യു പറയുകയാണ്. മെയിൻലി പറയുകയാണെങ്കിൽ നോബിളിയേട്ടനോടൊപ്പം നിന്നാണ് ഷൈനി ഈ കമ്മിറ്റി ഞങ്ങളെ ഹെൽപ്പ് ചെയ്തത്. അതേപോലെ തന്നെ ഞങ്ങൾ ഓരോരുത്തരുടെയും ഫാമിലി, അതുപോലെ പേഴ്സണലി ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഹസ്ബൻഡും എൻ്റെ 2 കുട്ടികൾക്കും ശരിക്കും പറഞ്ഞാൽ താങ്ക് യു സോ മച്ച് ഫോർ ദം. അവർ 2 പേരും ഇല്ലെങ്കിൽ, അവർ 3 പേരും ഇല്ലെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഈ പൊസിഷൻ എടുക്കാൻ പറ്റത്തില്ല. എനിക്കിത് 2 വർഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് എൻ്റെ ലവിങ് ഹസ്ബൻഡ് മിസ്റ്റർ ജിജോ ഉദുപ്, താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. എനിവേ എനിക്ക് എന്ന എല്ലാ സപ്പോർട്ടിനും, അതുപോലെ എൻ്റെ 2 കുഞ്ഞുങ്ങൾക്കും, അതേപോലെ തന്നെ നമ്മുടെ യൂത്ത് എപ്പോൾ വിളിച്ചാലും അവർ നമ്മൾക്ക് വേണ്ടി ചെയ്ത അവർക്കും താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. അപ്പം ഇന്ന് നല്ലൊരു ദിവസം, എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്യുക. എ വെരി മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച്. ഞാൻ നമ്മുടെ ഫാദർ ഷഞ്ജുവിനെ ക്ഷണിച്ചുകൊള്ളുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ബർമിംഗ്ഹാം സിറ്റി മലയാളി കമ്മ്യൂണിറ്റിയുടെ ആദരണീയായ പ്രഥമ വനിതാ പ്രസിഡന്റ് ശ്രീമതി ലിറ്റി ജിജോ, ലിറ്റി ചേച്ചിയോടൊപ്പം പ്രവർത്തിക്കുന്ന ബാക്കി കമ്മിറ്റി അംഗങ്ങൾ, സ്നേഹമുള്ള ഈ അസോസിയേഷനിലെ അംഗങ്ങളെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും ആശംസകൾ ഏറ്റവും സ്നേഹത്തോടുകൂടി നേരുകയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ലിറ്റി ചേച്ചി എന്നെ കണ്ടപ്പോഴത്തേനാണ് എന്നെ പെട്ടെന്ന് മുഖ്യ അതിഥിയാക്കുന്നത്. കാരണം എൻ്റെ വൈഭവമൊക്കെ കണ്ടുപിടിച്ച് ഇവിടെ ഒരു അതിഥിയുടെ ആവശ്യമുണ്ടായിരുന്നുകൊണ്ടാണ്, എൻ്റെ പ്രാഗൽഭ്യം എന്നൊക്കെയാണെന്നൊക്കെ കണ്ടുപിടിച്ചിട്ടാണ് എന്നോട് പറഞ്ഞ് മുഖ്യ അതിഥിയായിട്ട് അച്ഛൻ വരണമെന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഓർത്തത് ഇതെങ്ങനെയായിരിക്കും ഈ മുഖ്യാതിഥിയൊക്കെ ആകുന്നത് സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇച്ചിരിയൊക്കെ പൊലിപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും മുഖ്യാതിഥിയാക്കിയെടുക്കാം. അപ്പോൾ ആ രീതിയിലാണ് എന്നെ ഇവിടെ മുഖ്യാതിഥിയാക്കിക്കൊണ്ടിരുത്തിയതെന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഇവിടെ വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ വനിതാ പ്രസിഡന്റ് മാത്രമല്ല, മുഖ്യമായിട്ടും വനിതാ പ്രതിനിധികൾ മുഴുവനും അടങ്ങുന്ന ഒരു വലിയ കമ്മിറ്റിയുടെ ആ മധ്യത്തിലിരിക്കാനായിട്ടാണ് എന്നെ വിളിച്ചു വരുത്തിയതെന്നുള്ള യാഥാർത്ഥ്യം. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഇവരെല്ലാം ഈ ചുമപ്പണിഞ്ഞൊക്കെ ഇവിടെ നിന്നപ്പോൾ ഞാൻ ഓർത്ത് എന്തോ കലാപരിപാടിക്ക് വേണ്ടിയിട്ടുള്ള കോസ്റ്റ്യൂം ആയിരിക്കും എന്നൊക്കെ ഓർത്താണ് ഞാൻ ഇരുന്നത്. ഇപ്പോൾ വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോഴത്തേനാണ് മനസ്സിലായത് ഇവരുടെ ഡ്രസ് കോഡായിരുന്നു. എന്നോട് മനഃപൂർവ്വമായിട്ട് പറയാഞ്ഞത്, എന്നെ ചതിക്കാനായിട്ട്. അപ്പോൾ ആദ്യമേ 2-3 പേരൊക്കെ വിളിച്ചു കയറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാനിവിടെ ഇങ്ങനെ എന്നെ പറഞ്ഞ കാക്കയ്ക്കിടയ്ക്ക് കൊക്കിരിക്കുന്ന പോലെ വേറൊരു കളറിൽ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ആകെ ഒരു പുരുഷനുണ്ടായിരുന്നു. അപ്പം നോബിളി ചേട്ടനെ വിളിച്ചപ്പം പുള്ളി അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ പുള്ളിയും ഒരു ചുമല ഡ്രസ്സിലൊക്കെയാണ് വന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇവരെല്ലാം കൂടി ചെറിയ പണി എനിക്കോട്ട് വെച്ചതാ. പിന്നീട് എനിക്ക് മനസ്സിലായി ഇവർക്ക് ഈ യൗവനത്തോടുള്ള അസൂയ മൂലം ഈ ഞങ്ങൾ ആരോണും ചാർലിയും കൂടെ കയറി വന്നപ്പോൾ എനിക്ക് സമാധാനമായി. ഞങ്ങൾ യൂത്തിനോട് ചെറിയ പകയോടുകൂടി ഇവർ പെരുമാറി ഞങ്ങളെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു പണി തന്നാന്ന് മനസ്സിലായി. അപ്പം എനിക്കൊരു ചെറിയ സമാധാനം. ഞാൻ മാത്രമല്ല ഒരു കോലം കെട്ടി ഇവിടെ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ഡ്രസ് കോഡ് ഇല്ലാതിരിക്കുന്നത്. വേറെ ഞങ്ങൾ ആണുങ്ങൾ നിങ്ങൾ എല്ലാം കൂടി ചെറിയൊരു താങ്ങിയതാണ്. നോബിളിയേട്ടൻ അറിയാതെയോ മറ്റോ ഇട്ടുകൊണ്ട് വന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്, സാഹചര്യം കണ്ട്. എനിവേ, ഏതായാലും ഇത് വലിയൊരു സന്തോഷമാണ്. നമ്മുടെ ഈ ബർമിംഗ്ഹാം സിറ്റി മലയാളി അസോസിയേഷൻ്റെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ സെലിബ്രേഷൻ. ഈ സെലിബ്രേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള സംഭവമാണ്. നമ്മൾ മലയാളികൾ എവിടെ കൂടുന്നോ അവിടെ സെലിബ്രേഷൻ നിർബന്ധമാണ്. ഞാൻ ഇംഗ്ലീഷ് കമ്മ്യൂണിറ്റിയിലും അവരെ പള്ളിയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇംഗ്ലീഷുകാർ നമ്മുടെ പല സെലിബ്രേഷൻ, നമ്മുടെ പെരുന്നാളുകൾ അതുപോലെയുള്ള കലാപരിപാടികളൊക്കെ ചിലപ്പോൾ എൻ്റെ ഫേസ്ബുക്കിൽ നിന്നോ അല്ലെങ്കിലൊക്കെ അവരൊക്കെ ഫോട്ടോസൊക്കെ കണ്ടു കഴിയുമ്പം അവർ ഇടയ്ക്ക് എന്നോട് പറയാറുണ്ട്, ഫാദർ യു ദ പീപ്പിൾ നോ ഹൗ ടു സെലിബ്രേറ്റ്. നമുക്കാണ് യഥാർത്ഥത്തിൽ സെലിബ്രേറ്റ് ചെയ്യുവാനായിട്ട് അറിയാവുന്നതെന്ന് അവർ പറയാറുണ്ട്. നമ്മൾ ജീവിതം സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. അതേസമയം ഇംഗ്ലീഷുകാരുടെ ഒരു സെലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ഫ്യൂണറലിൻ്റെ സമയത്താണ് അവർ പറയുന്നത് സെലിബ്രേഷൻ ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ്. അതുതന്നെയാണ് നമ്മുടെ കൂട്ടായ്മ, സ്നേഹം, ഐക്യം എന്നൊക്കെ പറയുക. നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് കാരണങ്ങൾ കണ്ടുപിടിക്കും, കാരണങ്ങൾ ഉണ്ടാക്കും. ഇന്നിവിടെ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയറിൻ്റെ സെലിബ്രേഷൻ, ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ സെലിബ്രേഷൻ, ഈസ്റ്റർ വന്നാൽ അത് സെലിബ്രേഷൻ, എങ്ങനെയൊക്കെയോ സെലിബ്രേറ്റ് ചെയ്യാവോ അതെല്ലാം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. അത് ഒരു നല്ല കാര്യമാണ്. നമ്മുടെ കൂട്ടായ്മ വർദ്ധിക്കുവാനായിട്ട്, നമുക്ക് സൗഹൃദം പങ്കുവയ്ക്കുവാനായിട്ട്, സ്നേഹം വർദ്ധിക്കുവാനായിട്ടൊക്കെ ഈ സെലിബ്രേഷൻസ് എപ്പോഴും ഉപകാരപ്രദമാണ്. അപ്പോൾ ഈ സെലിബ്രേഷൻ എന്ന് പറയുന്നത് സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താ?
ഒരു ജോയ്, അല്ലേ, ഒരു സന്തോഷം, ജോയ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ജോയ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് എങ്ങനെയാണ്? JOY 3 ലെറ്റേഴ്സ് ആണ് ഈ ജോയ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 ലെറ്റേഴ്സിനെ നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിച്ചാൽ, J ഫോർ ജീസസ്. ഇപ്പം നമ്മൾ മലയാളി അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ആ ജീസസ് ഈസ് ഗോഡ്, നമുക്ക് വേണമെങ്കിൽ ഗോഡ് എന്ന് അതിനെ റെപ്രസെൻ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് O സ്റ്റാൻഡ്സ് ഫോർ അതേഴ്സ്. ദെൻ Y സ്റ്റാൻഡ്സ് ഫോർ യു. അപ്പോൾ ഈ ജോയ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ജീസസ്, അതേഴ്സ് ആൻഡ് യു. അപ്പോൾ നമ്മൾ തന്നെയുണ്ട്, മറ്റുള്ളവരുണ്ട്, ഗോഡിന് പ്രാധാന്യം കൊടുക്കുന്നു, ജീസസിന് പ്രാധാന്യം കൊടുക്കുന്നു. അപ്പോൾ ഇത് മൂന്നും ചേരുന്നിടത്ത്, ദൈവവും അപരനും നീയും ചേരുന്നിടത്താണ് നിനക്ക് സന്തോഷം ലഭിക്കുക. അപ്പോൾ ഈ ഒരു ചിന്ത തീർച്ചയായിട്ടും ഈ ക്രിസ്മസ് കാലത്ത് ഒരു സന്ദേശമായിട്ട് ഞാൻ നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഒരു സമൂഹത്തിൽ, ഒരു വലിയ സമൂഹത്തിലായിരിക്കുമ്പോൾ നമ്മൾ ഏകരായിട്ട് അല്ലെങ്കിൽ നമ്മളിൽ തന്നെ ഒതുങ്ങിപ്പോകേണ്ടവരല്ല. നേരെ മറിച്ച് നമുക്ക് സന്തോഷം ലഭിക്കണമെങ്കിൽ മറ്റുള്ളവരവിടെ ഉണ്ടാവണം, ദൈവത്തിന് അവിടെ ഒരു സ്ഥാനം ഉണ്ടാവണം. ഇത് മൂന്നും കൂടിച്ചേരുന്നിടത്ത് നമുക്ക് സന്തോഷം ലഭിക്കുകയാണ്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഈ കൂട്ടായ്മ സന്തോഷത്തോടെ സമാധാനത്തോടെ എല്ലാ കാലത്തേക്കും നിലനിൽക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ ദൈവം തന്ന ഈ ലൈഫ് നമുക്ക് സെലിബ്രേറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ഒരു ചിന്ത. ഈ അതേഴ്സിന് നമ്മളെങ്ങനെയാണ് പറയുന്നത്? മറ്റുള്ളവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കണം, നമ്മളിലുള്ള ദൈവികത നമ്മൾ കാത്തു സൂക്ഷിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ചേരുന്നിടത്ത് നമുക്ക് സന്തോഷമുണ്ടാകും. അപ്പോൾ ഈ ഒരു സന്തോഷം ക്രിസ്മസ് കാലത്തെ ഈ ഒരു മെസ്സേജായിട്ട് അത് നൽകുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ക്രിസ്തു പിറന്നതിൻ്റെ ഈ സന്തോഷത്തിൽ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. പുത്തൻ പുലരിയിൽ ഈ ഒരു പുതുവർഷം നമുക്ക് ഏവർക്കും ഐശ്വര്യപ്രദമാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ BCMCയുടെ പ്രവർത്തനങ്ങൾ, അതിൻ്റെ മഹനീയതയൊക്കെയും ലിറ്റി ചേച്ചി ഇവിടെ നിന്ന് പറയുകയുണ്ടായി. ഈ മലയാളി അസോസിയേഷനുകളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്ന ഒരു അസോസിയേഷനായിട്ട് ബർമിംഗ്ഹാം മലയാളി കമ്മ്യൂണിറ്റി അസോസിയേഷൻ നിൽക്കുകയാണ്. അപ്പോൾ അത് തുടർന്നും അപ്രകാരം നിൽക്കട്ടെ. ഇന്ന് പുതിയ ഭാരവാഹികളുടെ ഇന്ന് സ്ഥാനമൊഴിയുന്നു. പുതുതായിട്ട് ചുമതല ഏറ്റെടുക്കുന്നവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. ഒരിക്കൽ കൂടി ക്രിസ്മസ് പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് സന്തോഷത്തോടെ സ്നേഹത്തോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ഫാദർ ഷഞ്ചു ഫോർ യുവർ ഗുഡ് വേർഡ്സ്. ഡെഫിനറ്റ്ലി നമുക്കെല്ലാവർക്കും ക്രിസ്മസും ന്യൂ ഇയറും ഒരു സന്തോഷകരമായ ആഘോഷമായി മാറുമെന്ന് തന്നെ വിചാരിക്കുന്നു. താങ്ക് യു. ഇനി നമുക്ക് നമ്മുടെ തിരി കത്തിക്കുകയാണ് ഉദ്ഘാടനം. ആത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി. Jeans Matthew and family. Oh, Jeans and family, please come to the stage. ഈ കേക്ക് കട്ട് ചെയ്യുന്നത് അച്ഛനും സാൻഡയും നമ്മുടെ ജീൻസ് ആൻഡ് ഫാമിലിയുടെ കൂടിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് നിൽക്കുക. താങ്ക് യു ജീൻസ് ആൻഡ് ഫാമിലി. ഇനി അടുത്തത് നമ്മൾ വോട്ട് ഓഫ് താങ്ക്സ് ആണ്. അതിനുവേണ്ടി സോണിയ പ്രിൻസിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഗുഡ് ഈവനിങ് എവരി വൺ. വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, BCMC കമ്മിറ്റി മെമ്പേഴ്സ്, സ്പോൺസേഴ്സ്, BCMC കുടുംബാംഗങ്ങളെ,
ഇന്നിവിടെ നമ്മുടെ രക്ഷയ്ക്കായി ഭൂമിയിലേക്ക് വന്ന ക്രിസ്തുരാജൻ്റെ ജന്മദിനവും പുതുവത്സരവും ആഘോഷിക്കുകയാണല്ലോ. ഞാൻ എൻ്റെ കടമയിലേക്ക് ഞാൻ കടക്കുകയാണ്. നന്ദി അർപ്പിക്കുകയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, I would like to extend my gratitude to the Almighty God to make this event happen here today. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തൻ്റെ ബിസി ഷെഡ്യൂളിൽ വന്നെത്തിയ ജ്ഞാനായ കാത്തലിക് മിഷൻ ക്രൈസ്റ്റ് ദ കിങ് മിഷൻ പാരിഷ് പ്രൈസ്റ്റ് ഫാദർ ഷഞ്ജു കൊച്ചിപ്പറമ്പിലിനെ എല്ലാ BCMCങ്ങളുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. അടുത്തതായി BCMC പ്രസിഡന്റ് ലിറ്റി ജിജോ കഴിഞ്ഞ 2 വർഷക്കാലം BCMCയുടെ പുരോഗതിക്കായി സമയം, പരിശ്രമം, ഉത്തരവാദിത്വം എന്നിവയോടെ സേവനം ചെയ്തു. She showed a strong leadership and she had a vision. Litti, I extend my gratitude towards you and appreciation on behalf of myself and all the BCMC members. അടുത്തതായി വേദിയിലിരിക്കുന്ന യുക്മ റീജിയണൽ ജോയിൻറ്റ് സെക്രട്ടറി, he was unavailable, so he has given us all his time for arts as well as sports മേഖലയിൽ. So I extend my gratitude to Rajiv John on behalf of myself and all the BCMC members. അടുത്തതായി നമ്മുടെ വൈസ് പ്രസിഡന്റ് റീന ജോൺ. റീന കഴിഞ്ഞ 2 വർഷക്കാലം സ്ഥിരമായ പിന്തുണയും സഹകരണത്തിനും ഞങ്ങളുടെ എല്ലാ കമ്മിറ്റി മെമ്പറുകളും കൂടെയുള്ള സേവനത്തിന് നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. റീന, I extend my heartfelt gratitude to you on behalf of all the BCMC members. അടുത്തതായി നമ്മുടെ ട്രഷറർ നോബൽ ജോൺ കഴിഞ്ഞ 2 വർഷക്കാലം സുതാര്യവും ഉത്തരവാദിത്വപൂർവമായ സാമ്പത്തിക നടത്തിപ്പിനും അതുപോലെ തന്നെ ജെൻറ്റിൽ കെയറിങ്ങും ഞാൻ നന്ദിയോടെ ഇവിടെ ഓർക്കുന്നു. നോബൽ, I extend my heartfelt gratitude to you also on behalf of all the BCMC members. അടുത്തതായി നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ ഷിജി ബിജു കഴിഞ്ഞ 1 വർഷക്കാലം വിവിധ കലാകായിക പരിപാടികൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് ഏകോപിപ്പിച്ചതിനും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ഷിജി, I extend my gratitude towards you and also on behalf of all the BCMC members. അടുത്തതായി നമ്മുടെ ലേഡി റെപ്രസെൻറ്റേറ്റീവ് ഷീബ ഷാജു ആൻഡ് അലീന ബിജു കഴിഞ്ഞ 2 വർഷക്കാലം വനിതകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തിയതിനും അവരുടെ സഹകരണത്തിനും നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. ദീപ ആൻഡ് അലീന, I extend my gratitude towards you also on behalf of all the BCMC members. അടുത്തതായി നമ്മുടെ യുഗ്മ റെപ്രസെൻറ്റേറ്റീവ് ബീന ബെന്നി. ബീന ചേച്ചി കഴിഞ്ഞ 2 വർഷക്കാലം BCMCക്ക് വേണ്ടി ചെയ്ത എല്ലാ സേവനത്തെയും നന്ദിയോടെ ഓർക്കുന്നു, പ്രത്യേകിച്ച് നമ്മുടെ വള്ളംകളിയിലെ കാര്യത്തിനും. So I extend my gratitude towards you, Bina Chechi, as well as on behalf of all the BCMC members. അടുത്തതായി നമ്മുടെ യൂത്ത് റെപ്രസെൻറ്റേറ്റീവ്സ് ആരുൺ റെജി, ചാർലി CB ജോസഫ്, ജുവൽ വിനോദ് ആൻഡ് അന്ന ജിമി കഴിഞ്ഞ 2 വർഷക്കാലം നമ്മുടെ BCMC യുവജനങ്ങളെ സജീവമായി ഉൾപ്പെടുത്തി മുന്നോട്ട് നയിച്ചതിന്, അതുപോലെ തന്നെ ഓരോ പരിപാടികളിലും വെൽക്കം ഡാൻസ്, നേറ്റിവിറ്റി പേ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഏകോപിപ്പിച്ച് അവരെ ട്രെയിൻ ചെയ്തതിനും അവരെല്ലാം പ്രത്യേകത ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ആരുൺ റെജി, ചാർലി CB ജോസഫ്, ജുവൽ വിനോദ് ആൻഡ് അന്ന ജിമി, I extend my gratitude towards you all also on behalf of all the BCMC members. അടുത്തതായി 2024 1 വർഷക്കാല സേവനമനുഷ്ഠിച്ച സ്പോർട്സ് കോർഡിനേറ്റർ കെവിൻ തോമസിനെ ഞാൻ നന്ദിയോടെ ഇവിടെ ഓർക്കുന്നു. വിവിധ കായിക പരിപാടികൾ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്ത് ഏകോപിപ്പിക്കാൻ പുള്ളിക്ക് സാധിച്ചു. ഞാൻ നന്ദിയോടെ ഈ അവസരത്തിൽ ഓർക്കുന്നു. അതുപോലെ തന്നെ 1 വർഷക്കാലം പ്രോഗ്രാം കോർഡിനേറ്ററായി സേവനമനുഷ്ഠിച്ച ഷൈജി അജിത്തിനെ ഈ വേദിയിൽ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. ഓൾസോ 1 വർഷക്കാലം ജോയിൻറ്റ് സെക്രട്ടറിയായിട്ട് സേവനമനുഷ്ഠിച്ച അലൻ ജോൺസിനെയും BCMC കമ്മിറ്റി നന്ദിയോടെ ഓർക്കുന്നു. ഇതിലെല്ലാം ഉപരിയായിട്ട് കഴിഞ്ഞ 2 വർഷക്കാലം BCMC കമ്മിറ്റിയുടെ ഓൾ ഇൻ ഓളായി നിന്ന നമ്മുടെ ട്രഷറർ പ്ലസ് ആയി സേവനം അനുഷ്ഠിച്ചത് ഷൈനി നോബിളാണ്. ഷൈനിയുടെ വർക്ക് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. കാരണം ഷൈനി നമ്മുടെ
മെമ്പർഷിപ്പ് ഫീസ്, അതുപോലെ തന്നെ വാട്സപ്പ് അക്കൗണ്ട്, അങ്ങനെയുള്ളതെല്ലാം ക്ലിയർ ചെയ്യാനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഷൈനി. ഐ എക്സ്റ്റെൻഡ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യു ആസ് വെൽ ആസ് ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ BCMC മെമ്പേഴ്സ്. ഇനി എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് BCMC കമ്മിറ്റിയുടെ നെടുന്തൂണായി നിന്ന കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പാർട്ട്നേഴ്സാണ് ആൻഡ് ദ കിഡ്സ്. അത് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ ഈ കമ്മിറ്റി മെമ്പേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ we had the full support from our family and our kids. So I extend my heartfelt gratitude to Jijo Udup, Biju John, Biju, Shaju Ausep, Benny Ona Sheril, Shinsi Matthew and Prince George. അടുത്തതായി നമ്മുടെ കോർ കമ്മിറ്റി മെമ്പേഴ്സാണ്. കോർ കമ്മിറ്റി ഇല്ലെങ്കിൽ BCMC ഇല്ല. കാരണം അവരാണ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് കോർഡിനേറ്റ് ചെയ്തു തന്നിരുന്നത്. ഓരോ പ്രോഗ്രാമിനും നിങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തന്ന എല്ലാ സപ്പോർട്ടിനും ഇറ്റ് വാസ് ആൻ അൺവേവറിങ് സപ്പോർട്ട്. സോ ഐ എക്സ്റ്റെൻഡ് മൈ ഹാർട്ട്വെൽ ഗ്രാറ്റിറ്റ്യൂഡ് ടു യു ജോമി ചേട്ടൻ, സാജൻ കരുണാകരൻ, സാജു ഔസേപ്പ്, ബിജു, സിറോഷ് ഫ്രാൻസിസ് ആൻഡ് ബിജു ജോസഫ്. ഓൺ ബിഹാഫ് ഓഫ് ഓൾ ദ BCMC കമ്മിറ്റി മെമ്പേഴ്സ് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് നന്ദി അർപ്പിക്കാനുള്ളത് നമ്മുടെ സ്പോൺസേഴ്സാണ്. സോ നമ്മുടെ മെയിൻ സ്പോൺസറായിരുന്ന ഫോക്കസ് ഫിൻഷൂർ, അതുപോലെ തന്നെ ഫിസിയോ ടുഡേ, ജിയ ട്രാവൽസ്, A1 വുഡ് ആൻഡ് ഫർണിച്ചർ, ഇവോക്ക് ജോ ഐ ഫോട്ടോഗ്രഫി, അമ്പിളി ബ്യൂട്ടീസ്, മട്ടാച്ചേരി കാറ്ററിംഗ്, ഡെയിലി ഡിലൈറ്റ്, ലോ ആൻഡ് ലോ സോളിസിറ്റേഴ്സ്, സെൻറ്റ് ജോൺസ് ട്രാവൽസ് ആൻഡ് ചിക്ലിംഗ്. So I extend all my gratitude towards you all as well as all behalf of all the BCMC committee members. Last but not least, ഇനി നന്ദി അർപ്പിക്കുക എന്നത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. BCMCയുടെ ക്രിസ്മസ് പുതുവർഷ ആഘോഷം സന്തോഷകരവും സ്മരണീയവുമാക്കി മാറ്റാൻ പരിശ്രമിച്ച എല്ലാ അംഗങ്ങൾക്കും സംഘാടകർക്കും ഹൃദയപൂർവ്വം ഞാൻ നന്ദി അറിയിക്കുന്നു. സൗഹൃദവും ഐക്യവും പരസ്പര ബഹുമാനവും നിറഞ്ഞ ഈ ആഘോഷം നമ്മുടെ ശക്തിയാണ് തെളിയിക്കുന്നത്. നിങ്ങളുടെ സമർപ്പണവും സഹകരണവും BCMCയുടെ വിജയത്തിന് വലിയൊരു സംഭാവനയാണ്. എല്ലാവർക്കും ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. ഈ പുതുവത്സരത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമൃദ്ധിയും നേരുന്നു. ഐ വിഷ് യു ഓൾ എ വെരി ഹാപ്പി ന്യൂ ഇയർ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. നമ്മുടെ ഇനാഗുറൽ ഫംഗ്ഷൻ ഇവിടെ പൂർത്തിയാകുവാണ്. പക്ഷേ അതിന് മുമ്പ് നമുക്ക് കോർ കമ്മിറ്റിയിലുള്ള എല്ലാവരെയും നമ്മൾ ഈ സ്റ്റേജിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. കാരണം അവരുടെ സപ്പോർട്ടില്ലാണ്ട് നമുക്ക് ഒരു പ്രോഗ്രാമും ഇതുപോലെ കോർഡിനേറ്റ് ചെയ്ത് മുൻപോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോൾ കോർ കമ്മിറ്റി മെമ്പേഴ്സ് പ്ലീസ് കം ടു ദ സ്റ്റേജ്. ഈ കാലയളവിലെല്ലാം ഈ കമ്മിറ്റിയുടെ കൂട്ടത്തിൽ ഇത്ര നല്ലൊരു കമ്മിറ്റിയുടെ കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ കൂടാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സഹകരണം ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഒരു മിനിറ്റ്, സിറോഷൻ എന്താ പറയാനുണ്ട്? വളരെ നാളുകൾക്ക് ശേഷം നല്ലൊരു കമ്മിറ്റി ഉത്സാഹത്തോടു കൂടി ഇവിടെ ഇത്ര നാളും മെൻസും മറ്റുള്ളവരും മിക്സഡ് ആയിട്ടൊക്കെ നടത്തിയ കമ്മിറ്റിയിലും നല്ല രീതിയിൽ അതിലും വളരെ മനോഹരമായിട്ട് ഇവർക്ക് കൊണ്ടുനടത്താൻ പറ്റി. അതിന് പ്രത്യേകം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു. താങ്ക് യു സിറോഷ്. ഇനി നമ്മൾക്ക് BCMCക്കുള്ള ഒരു ഫോറമാണ് ക്ലിനിക്കൽ ഫോറം. അപ്പം എനിക്ക് തോന്നുന്നു ഒരു വർഷമായിട്ട് അവർ ക്ലിനിക്കൽ നമ്മളിത് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് അവർ അതിനുവേണ്ടി പരിശ്രമിക്കുന്നത്. അതിൻ്റെ ലീഡേഴ്സ് സോജൻ നമ്പ്യാപറമ്പിൽ ആൻഡ് ജീൻസാണ്. അപ്പോൾ അവരെ സ്റ്റേജിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ സമൂഹത്തിലുള്ള എല്ലാവരും തന്നെ ക്ലിനിക്കൽ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. മെയിനായിട്ടും നേഴ്സിംഗ് ഫീൽഡിലുള്ളവരാണ്, ഡോക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പ്രധാനമായിട്ടുള്ളൊരു ഉദ്ദേശം, സ്വപ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവശത അനുഭവിക്കുന്ന ക്ലിനിക്കൽ ഫീൽഡിലുള്ള നേഴ്സുമാർക്കൊരു സമഗ്രമായ പാക്കേജ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ അന്വേഷണത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമായി ജീൻസ് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. നമ്മുടെ ഇടയിൽ അവശത അനുഭവിക്കുന്ന നേഴ്സുമാരാരും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ ഒരു പാക്കേജ് തൽക്കാലം വർക്കൗട്ട് ആക്കുന്നില്ല. എന്നാലും വളരെ വിശാലമായ ഒരു നയപരിപാടി ഞങ്ങളുടെ അജണ്ടയിലുണ്ട്. പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് നമ്മളത് വർക്കൗട്ട് ആക്കുന്നതായിരിക്കും. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യും. താങ്ക് യു സോ മച്ച്. അല്ല,
ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇവർക്ക് പറഞ്ഞത്, ഇവർ പ്രവർത്തിക്കാത്തതിൻ്റെ വൺ ഓഫ് ദ റീസൺ പറഞ്ഞത് ഇവർക്ക് കൂടെ പ്രവർത്തിക്കാൻ ആളില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവരുടെ കൂടെ പ്രവർത്തിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? അതായത് വേറൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ട്രെയിനിങ്സുകൾ, അതുപോലെ തന്നെ ഓൺലൈൻ ആയിട്ടുള്ള ഇൻ്റർവ്യൂ ട്രെയിനിങ്സ്, അങ്ങനെ ആർക്കെങ്കിലും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റൽ ആഗ്രഹമുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ളത്, അതേപോലെ തന്നെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അങ്ങനെയൊക്കെ കണ്ടക്ട് ചെയ്യാനാണ് ഇവർ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 2-3 പേരൊന്ന് മുന്നോട്ട് വരുമോ? ഇത്രയും ആൾക്കാരുണ്ടായിട്ട് ആർക്കും ഇല്ലേ നേഴ്സ്? നിങ്ങൾക്ക് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഓൺലൈൻ ട്രെയിനിങ്ങുകളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്താൽ മാത്രം മതി. BCMCയിലുള്ള ക്ലിനിക്കലായിട്ടുള്ള എല്ലാവർക്കും വേണ്ടി, അതായത് ഫിസിയോസ് ഉണ്ട്, നഴ്സസ് ഉണ്ട്, റേഡിയോഗ്രാഫേഴ്സ് ഉണ്ട്, ലാബ് ടെക്നീഷ്യൻസ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള പ്രൊഫഷണൽ ട്രെയിനിങ്സും, അതുപോലെ തന്നെ ഇപ്പം കരിയർ പ്രോഗ്രഷനും വേണമെങ്കിൽ ഇൻ്റർവ്യൂ ട്രെയിനിങ്സും. ഇവർ രണ്ടുപേരും വളരെ എക്സ്പേർട്സ് ആണ്, ഇവരുടെ പ്രൊഫഷണലി ഇവർ വളരെ എക്സലൻസ് ആണ്. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ ഗൈഡ് ചെയ്യാം. അപ്പം നിങ്ങൾ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട് ACPs ഉണ്ട്, Band 7s ഉണ്ട്, Band 8As ഉണ്ട്. അപ്പം ഇവിടെ തന്നെ നമുക്കത് ചെയ്യാൻ സാധിക്കും, ഇതിൽ തന്നെ ഉള്ളവർ. അപ്പം നിങ്ങൾ 2-3 പേര് ഇതിനൊക്കെ മുന്നോട്ട് വരാമെന്ന് പെട്ടെന്ന് വേഗം നാട്ടെ. ഞങ്ങൾ വളരെ നിരുപദ്രവകാരികളായ 2 പേരാണ്. അപ്പോൾ ഞങ്ങളോട് ഇഷ്ടമുള്ള കുറച്ച് പേര് കയറി വരിക പ്ലീസ്. നമുക്ക് ഒത്തിരി വിശാലമായ ആശയങ്ങളുണ്ട്, നമുക്ക് ഒട്ടും സമയമില്ല, അതാണ് നമ്മുടെ പ്രശ്നം. ഒത്തിരി ആശയങ്ങളുള്ള തലയാണ് എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത്. ആശയങ്ങളുടെ ആധിക്യം പോലെ തന്നെ അദ്ദേഹത്തിന് മുടി വരെ നഷ്ടമായിരിക്കുകയാണ്. പോൺസി അവിടെ നിന്ന് എണീറ്റിട്ടിരുന്നാണ്, കുഴപ്പമില്ല, പോൺസി നമ്മുടെ കൂട്ടത്തിലുണ്ടെന്ന് അറിയാം, എന്നാലും ഒന്ന് സ്റ്റേജിലേക്ക് കടന്നു വരിക. അപ്പം പോൺസി നമ്മുടെ ഒരു ശക്തമായ സപ്പോർട്ടാണ്, പുള്ളി ഒരു ACP ആണ്, നമുക്ക് നല്ലൊരു സാങ്കേതികമായ എല്ലാ തരത്തിലും സപ്പോർട്ട് നൽകുന്ന ആളാണ്. പോൺസി പ്ലീസ് കം ടു സ്റ്റേജ്. അതുപോലെ നമുക്ക് സ്മിത ഉണ്ട്, സ്മിത സജീഷ്. നമുക്ക് ഒരു യുവരക്തത്തിൻ്റെ ആവശ്യമുണ്ട്. നമ്മുടെ കൂട്ടത്തിലെ സ്റ്റുഡൻസും നമ്മളുണ്ട് കേട്ടോ, നമ്മുടെ ഒപ്പം സ്റ്റുഡൻസും ഉണ്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു യുവരക്തം കൂടിയുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കൊച്ചു പയ്യൻ, ചെറുപ്പക്കാരനെ ക്ഷണിക്കുന്നു. നമ്മളെല്ലാം സ്നേഹപൂർവ്വം അപ്പാനെ വിളിക്കുന്നു. പ്ലീസ് കം ടു ദ സ്റ്റേജ്. അപ്പാൻ ഒരു കാഴ്ചക്കാരനല്ല, നമ്മുടെ ശക്തമായ ടീമിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതിൻ്റെ വിശദമായ നയപരിപാടികൾ ക്രമേണ അറിയിക്കുന്നതാണ്. നമ്മൾ ഈ സ്റ്റേജിൽ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് മാത്രം കൂടുതൽ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. നമ്മൾ 5 പേരുള്ളൊരു കോറമാണ് ഇത്. അപ്പം ഈ 5 പേർക്കും വലിയ ക്യാബിനറ്റ് റാങ്കാണുള്ളത്. അപ്പാനും ക്യാബിനറ്റ് റാങ്കാണ്. അല്ല, ഞങ്ങൾക്ക് ശക്തമായ അടിത്തറയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് പയ്യെ പുഷ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ 5 പേരുടെ കൂടി അടിത്തറ ശക്തമാണ്. അതുകൊണ്ട് തന്നെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റും, ഈ ക്ലിനിക്കൽ ഫോറം ശക്തമായിട്ട് മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് ഈ 5 പേരുടെ കൂടുതൽ ഞങ്ങൾ മൊത്തം ശക്തമായിട്ട് മുന്നോട്ട് പോകും. പിന്നെ ക്ലിനിക്കൽ ഫോറത്തിൻ്റെ ഒരു കോർഡിനേറ്ററായിട്ടിരിക്കാൻ ഞാനൊരു നേഴ്സാണ്, അതുകൊണ്ട് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഞാൻ എന്ത് പറയാനാ, ഇവർ ബാൻഡ് 7s ഒക്കെ ഇവിടെ ഉള്ളപ്പം ഐ എം റിയലി ഹാപ്പി. ഐ വിൽ ബി ബിഹൈൻഡ് ഓൾ ഓഫ് യു. അതുപോലെ തന്നെ ഇനി എന്താ പറയുക, നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന കുട്ടികൾക്ക് നേഴ്സിങ്ങിൻ്റെ റിലേറ്റഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദേ ക്യാൻ ആസ്ക് മീ. ഓൾസോ സാജൻ പി ഇവിടെയുണ്ട്, സോജോ പി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് ഐ എം റിയലി ഹാപ്പി. താങ്ക് യു വെരി മച്ച്. അവസാനമായിട്ട് പോൺസി കൊടുക്കുന്നതിന് മുമ്പായിട്ട്, പോൺസി ഞങ്ങൾ 4 പേരിൽ നിന്ന് വ്യത്യസ്തമായ 5ാമത്തെ വ്യക്തിയാണ്. പോൺസി ACP ആണ്. പോൺസിപ്പിയുടെ ഫീൽഡും വേറെയാണ്. പോൺസിപ്പി നേഴ്സല്ല. പോൺസിപ്പി ആരാണെന്ന് പോൺസി ഇപ്പം തന്നെ പറയും. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് ഒരു സ്ട്രക്ചർ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ നേഴ്സസിനെ ഉദ്ദേശിച്ച് മാത്രമല്ല ഇതുള്ളത്. സോജൻ പറഞ്ഞതുപോലെ ഞാനൊരു ഫിസിയോതെറാപ്പിസ്റ്റ് ആണ്. ഞാനിവിടെ UK വന്നപ്പോൾ ഒരു Band 6 ആയിട്ടാണ് ജോയിൻ ചെയ്തത്. പക്ഷേ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റും ഒക്കെ ACP ആവാനൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതുകൂടാതെ തന്നെ ഒരു ഓർഗനൈസേഷൻ റൺ ചെയ്യാനും ഒത്തിരി ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടി. അതോടൊപ്പം തന്നെ ഒരുപാട് കുട്ടികൾക്ക് വർക്ക് എക്സ്പീരിയൻസ്, കരിയർ ഡെവലപ്മെൻറ്റ് നമ്മളുടെ കൂടെ തന്നെ നമുക്ക് കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ക്ലിനിക്കൽ ഫോറത്തിൽ ഞാൻ വളരെയധികം ഇൻട്രസ്റ്റഡ് ആണ്. എന്ത് രീതിയിലുള്ള സപ്പോർട്ട് വേണമെങ്കിലും സോജൻ്റെ കൂടെ നിന്ന്, സോജനാണ് ഇതിൻ്റെ മെയിൻ ആൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാവരും ഓക്കെ. അപ്പോൾ എന്ത് സപ്പോർട്ടിനും, കുട്ടികളുടെ കരിയർ ഡെവലപ്മെൻറ്റിനായാലും പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റിനായാലും എന്തിനും സപ്പോർട്ട് എൻ്റെ ഭാഗത്തു നിന്ന് പൂർണ്ണമായിട്ടും ഉണ്ടാകും. BCMC 2026 അത് നമ്മുടെ ഒരു ലോഗോ ഉണ്ട് നമുക്കിവിടെ. അതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ റൗണ്ടായിട്ട് നമുക്ക് ഒരുമിക്കാം, കൈ കോർക്കാം,
നല്ല നാളേക്കായി. അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ ആരും മറക്കരുത്. പോകുന്നതിന് മുമ്പ് വന്ന് വാങ്ങിച്ചിട്ട് പോവുക. നമ്മുടെ ഫുഡിന് ശേഷം ഇത് കൊടുക്കുന്നതായിരിക്കും. ഹൈദരാബാദിൽ നിന്ന് ക്രിസ്മസിന് മുമ്പ് വന്നതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസ് നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് BCMCയിൽ സാന്താക്ലോസ് ആകാൻ വേണ്ടി ഹൈദരാബാദിൽ നിന്ന് വന്ന നമ്മുടെ ഇഗ്നേഷ്യസ് അങ്കിളിനെ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. BCMCയുടെ ഒരു ചെറിയൊരു ഉപഹാരം കൊടുക്കാനായി. സോ അങ്കിളിന് ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ BCMCയുടെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. Wish you a happy new year and a prosperous year for you, all the families here. ഞങ്ങൾ ലിറ്റി ഒഴിവാക്കിയുള്ള അവൈലബിൾ കമ്മിറ്റി തീരുമാനിച്ച ഒരു ഡിസിഷനാണ്. ഞാൻ 1 വർഷമായുള്ളൂ ഈ ഒരു കമ്മിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട്. പക്ഷെ അന്ന് മുതൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം നമ്മളുടെ ഫാമിലി നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. പക്ഷേ ജിജോയുടെ കാര്യം നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ കാണുമ്പോഴൊക്കെ ഏറ്റവും കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് ഞങ്ങൾ കമ്മിറ്റി മെമ്പേഴ്സിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്തിരിക്കുന്ന ഒരുപക്ഷെ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജിജോയാണ്. ഒരുപക്ഷെ ഞാൻ പറയും ലിറ്റിയോടൊപ്പം തന്നെ അല്ലെ ലിറ്റിയേക്കാൾ കൂടുതൽ അതിന് ഹാർഡ് വർക്ക്. ഈ ഓരോ പ്രോഗ്രാമിനും, അത് സ്പോർട്സ് ഡേ ആയിക്കോട്ടെ, ഓണാഘോഷം ആയിക്കോട്ടെ, യുഗ്മയുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇന്നത്തെ പ്രോഗ്രാം ആണെങ്കിൽ പോലും എല്ലാത്തിനും പുറകിൽ നിന്ന് ഏറ്റവും കൂടുതൽ സഹായിച്ചത് ജിജോയാണ്. അപ്പം ജിജോയെ ഞാൻ ഈ വേദിയിലേക്കൊന്ന് ക്ഷണിക്കുകയാണ്. പ്ലീസ് കം ടു ദ സ്റ്റേജ് പ്ലീസ്. അപ്പോൾ ജിജോയ്ക്ക് കമ്മിറ്റിയുടെ പേരിൽ ഒരു ചെറിയ സമ്മാനം. റൈചേട്ടൻ, കൺഗ്രാറ്റുലേഷൻ റൈചേട്ടൻ. ആൻഡ് സെക്രട്ടറി ആസ് എ ജെമി പുന്നൂസ്. റൈചേട്ടൻ എന്താ വരുന്നു? 2026-28 വരെയുള്ള നമ്മുടെ BCMCയുടെ പ്രഥമ പുരുഷൻ അഥവാ പ്രസിഡന്റായിട്ട് നമ്മൾ ഏറ്റെടുത്തിരിക്കുകയാണ് നമ്മുടെ സ്വന്തം റെജി ആക്കോക്സിൻ. അദ്ദേഹം വേണം. കാരണം കഴിഞ്ഞ 10-20 വർഷമായിട്ട് ഈ BCMC എന്ന ഈ പ്രസ്ഥാനത്തിന് പുറകിലായിട്ട് അദ്ദേഹത്തിന് നല്ല കരങ്ങളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, എവിടെ നോക്കിയാൽ റേച്ചറിനുണ്ട്. അപ്പോൾ he deserve it. Thank you so much and congratulations the president of the BCMC. അടുത്തായിട്ട് ഞാൻ BCMCയുടെ വൈസ് പ്രസിഡന്റ് സ്വാഗതം ചെയ്യുകയാണ്. വൈസ് പ്രസിഡന്റ് ജോളി സിറോഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. Girls, you're doing alright. We wanna freak out, have a good time. Ladies, come on, raise your hands. Show me where are all my fans. Come into the club, I wanna spray champagne. Come on, let's warm up. Can you hear the beat drop? DJ, put the bass. Yo! Thank you so much and congratulations, ജോളി സിറോഷ്. അടുത്തായി BCMC സെക്രട്ടറി ശ്രീമതി ജെമി പുനൂസ്. കൺഗ്രാറ്റുലേഷൻ. ജോയിന്റ് സെക്രട്ടറി ഇൻവൈറ്റ് ചെയ്യുകയാണ്. ജോയിന്റ് സെക്രട്ടറി മറ്റൊരു നമ്മുടെ ജോൺസൺ സ്റ്റീഫൻ. ഭയങ്കര എനർജറ്റിക് ടീമാണ്. അടുത്തായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ആർട്സ് കോർഡിനേറ്റർ സ്മിത സജേഷ്. കൺഗ്രാറ്റുലേഷൻ. അടുത്തായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ സ്പോർട്സ് കോർഡിനേറ്റർ മിസ്റ്റർ മാർട്ടിൻ ഫോൾ. അടുത്തായിട്ട് നമ്മുടെ ട്രഷറായിട്ട് നമ്മുടെ BCMCയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മിസ്സസ് ശോഭ മോഹൻദാസ്. അടുത്തതായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലേഡി റെപ്പായിട്ട് മിസ്സസ് ടീന സോണി ആൻഡ് ഷാനു മാത്യു ആൻഡ്
പോൺസി ജിബി. ലേഡി റെപ്പിനെ സ്വാഗതം ചെയ്യാനായിട്ട് നമ്മുടെ പഴയ ലേഡി റെപ്പായ, പഴയ ലേഡി റെപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ എന്താണ് യങ് ലേഡി റെപ്പായ ദീപ ഷാജുവിനെ ക്ഷണിക്കുകയാണ്. അലീന ബിജു. പഴയ കമ്മിറ്റിയിൽ എല്ലാവരും ദയവേത് വേദിയിലേക്ക് വരിക. അപ്പോ ഇത് നമ്മുടെ ഓൾമോസ്റ്റ് കമ്മിറ്റി എല്ലാവരും ആയില്ലേ. പക്ഷേ ആ യൂത്ത് റെപ്പ് അതിനു മുമ്പായിട്ട് ശരിക്കും പറഞ്ഞ ലേഡി റെപ്പ് എന്നുള്ള ഒരു പൊസിഷൻ അത് അസൂയ ഉളവാക്കുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ വർഷം ഒരു മെൻസ് റെപ്പ് ഉണ്ട്. എല്ലാരും അങ്ങനെ വിടാൻ പറ്റില്ല. ഞങ്ങളുടെ മെൻസ് റെപ്പായിട്ട് ഞങ്ങൾ വിളിക്കുകയാണ് നമ്മുടെ സിറോഷ് ഫ്രാൻസിസ്. അപ്പൊ താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻ ഓൾ ദ ടീം. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ യൂത്ത് റെപ്പാണ്. അത് 2 ബോയ്സും 2 ഗേൾസുമാണ് നോർമൽ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലേ? എടുത്തു. അത് നമ്മൾ അനൗൺസ് ചെയ്യുന്നതിനാണ് ഞാൻ ഇപ്പോഴത്തെ നിയുക്ത പ്രസിഡന്റിനെ ഞാൻ ക്ഷണിക്കുകയാണ്. ആരൊക്കെയാണ് നമ്മുടെ ലേഡീസ് ആൻഡ് മീരാലാൽ, ഷോജസ് ഷോയി, എമിൽ രാജേഷ്, ജെറിൻ ജേക്കബ്. ഇപ്പോഴത്തെ യൂത്ത് റെപ്പ് അന്ന ജിമ്മി, ചാർലി അവരെ ക്ഷണിക്കുകയാണ്. ഉണ്ടോ? ഫൈൻ. ജുവൽ വിനോദ്, ആരോൺ റജി ബാറ്റൺ കൈമാറിയിരിക്കുകയാണ് സ്വന്തം അപ്പന് വേണ്ടി. എമിൽ രാജേഷ്, കൺഗ്രാജുലേഷൻ. ജെറിൻ ജേക്കബ് ആൻഡ് കഴിഞ്ഞ 2 വർഷക്കാലമായിട്ട് നമ്മുടെ BCMCയെ വളരെ ശക്തമായിട്ട് നമ്മൾ എന്താ പറഞ്ഞേ നേതൃത്വ നിരയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന അവർക്കും ഇത് പഴയത് പുതിയതൊന്നുമല്ല. BCMC ഓൾവേസ് BCMC ആണ്. നമ്മളെല്ലാവരും ഉണ്ട് സപ്പോർട്ടിന്. എല്ലാവരും വേണം. കാരണം പുതിയ ടീമായാലും അവർക്ക് നമ്മുടെ സപ്പോർട്ടില്ലാണ്ട് ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് ദയവേത് എല്ലാവരെയും ആ സപ്പോർട്ടും എനർജിയും എല്ലാവരും അതുപോലെ കാത്തു സൂക്ഷിക്കുക. ഇത് പഴയത് പുതിയതൊന്നുമില്ല. ഞാനത് അറിയാണ്ട് പറഞ്ഞു പോയതാണ്, ക്ഷമിക്കണം. നമ്മൾ BCMC നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മൾ 2 വർഷം കഴിയുമ്പോൾ അധികാരം കൈമാറണം. അത്രേ ഉള്ളൂ. നേതൃത്വ നിരയിലേക്ക് എത്തിയിരിക്കുന്നവർക്ക് സ്വാഗതം. നമ്മളൊരു ഗിഫ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു ഇവിടെ ഓരോ ഫാമിലിക്കും. അപ്പോൾ നമുക്കറിയാം ഞങ്ങൾ ആദ്യമായിട്ട് ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന വേറെ ആർക്കുമല്ല. നമുക്ക് എല്ലാ പ്രാവശ്യവും നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റം ഇവിടെ ചെയ്യുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ജോയ് ചേട്ടനാണ്. അപ്പോൾ ജോയ് ചേട്ടന് ഈ കപ്പ് കൊടുത്തുകൊണ്ട് നമ്മൾ ഈ പരിപാടി നമ്മൾ ഉദ്ഘാടനം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ കമ്മിറ്റിക്കാർക്കും ഈ കപ്പ് കൊടുക്കുകയാണ്. ഉയർത്തിപ്പിടിക്കുക. ആ കപ്പിൽ എഴുതിയേക്കണം എന്താണെന്ന് കൊണ്ട് നമ്മൾ നോക്കുക. നമുക്കൊന്നിക്കാം, കൈകോർക്കാം നല്ലൊരു നാളേക്കായി. അത് നമ്മുടെ BCMCയുടെ പഴയ ലോഗോണ്. അതെനിക്ക് തോന്നുന്നത് ജിബിയായിട്ട് തുടങ്ങിയാണെന്ന് തോന്നുന്നത്. ജിബിയുടെ ഒരു മെസ്സേജ് ആയിരുന്നു അന്ന്. എല്ലാവരും ഉള്ളൊരു കമ്മിറ്റി ആയിരുന്നു. പക്ഷേ നമ്മുടെ ഒരു കൈകോർക്കലാണ് നമ്മുടെ BCMCയുടെ വിജയം. ആ വിജയത്തിലേക്ക് നമ്മെ എല്ലാവരെയും വീണ്ടും സ്വാഗതം ചെയ്യുകയാണ്. സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച നിങ്ങളെല്ലാവർക്കും എൻ്റെ പേരിലും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് ഞങ്ങളുടെ എല്ലാ പരിപാടിക്കും എപ്പോൾ ചോദിച്ചാലും ഞങ്ങളെ
ഫൈനാൻഷ്യലി സപ്പോർട്ട് ചെയ്ത സ്പോൺസേഴ്സാണ്. അവരുടെ പേരൊന്ന് ഞാൻ ഒന്നും കൂടെ പറയാം. ഫോക്കസ് ഇൻഷുറൻസ്, ഫിസിയോ ടുഡേ, ജിയ ട്രാവൽസ്, A1 വുഡ് ആൻഡ് ഫർണിച്ചർ, ഇവോ ജോ ഐ ഫോട്ടോഗ്രാഫി, അംപ്ലി ബ്യൂട്ടീസ്, ചിക്ലിംഗ്, ഡെയിലി ഡിലൈറ്റ് ആൻഡ് ലോ ആൻഡ് ലോ സോളിസിറ്റേഴ്സ് ആൻഡ് സെൻറ്റ് ജോൺസ് ട്രാവൽസ്. ഇത്രയും പേരായിരുന്നു നമ്മളെ സ്പോൺസർ ചെയ്ത് സഹായിച്ച ആൾക്കാർ. അവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ വള്ളംകളിക്ക് പോയപ്പോൾ ഞങ്ങളെ സഹായിച്ച ഒത്തിരി പേര് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ മെമ്പേഴ്സ് ഉണ്ട്. അവർക്ക് ഒക്കെയും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഹൃദയംഗമായ നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ പരിപാടി അവതരിപ്പിച്ച് ഈ പരിപാടി പ്രോഗ്രാം നല്ല ഉന്നതരമായി ചെയ്ത കുട്ടികൾക്കും വലിയവർക്കും ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇനി നന്ദി പറയാനുള്ളത് നമ്മുടെ ജോയ് ചേട്ടനാണ്. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്നും എപ്പോഴും നമ്മുടെ കൂട്ടത്തിലുണ്ട്. എപ്പോൾ വിളിച്ചാലും ജോയ് ചേട്ടൻ റെഡിയാണ്. ആ ജോയ് ചേട്ടന് ഞങ്ങളുടെ കമ്മിറ്റിയുടെ പേരിലും ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ പേരിലും എൻ്റെ പേരിലും നന്ദി പറയുന്നു. ഇനി നന്ദി പറയാനുള്ള കാറ്ററിംഗ് ആണ്. കാറ്ററിങ്ങിലുള്ള നല്ല ഫുഡ് തന്ന് കാറ്ററിംഗുകാരോട് നമ്മുടെ നന്ദി പറയുന്നു. അടുത്തതായിട്ട് നന്ദി പറയേണ്ടത് നമ്മുടെ കമ്മിറ്റിയാണ്. ഞങ്ങളുടെ ഒപ്പം ഈ 2 വർഷവും നിന്ന് ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് ഞങ്ങളെ സഹായിച്ച് ഏതൊരാവശ്യത്തിനും ഓടി വന്ന് സഹായിച്ച കമ്മിറ്റി അംഗങ്ങളോട് ഞങ്ങളുടെ മെമ്പേഴ്സിൻ്റെ പേരിലും കമ്മിറ്റിയുടെ പേരിലും നന്ദി പറയുന്നു. ഏറ്റവും ലാസ്റ്റ് നന്ദി പറയേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ ഞങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങളെ ഒന്നിച്ച് നിർത്തി ഞങ്ങളുടെ കൂട്ടത്തിൽ ഒന്നിച്ച് നിന്ന നിങ്ങളെല്ലാവരെയും ഈ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ പേരിൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഏറ്റവും ലാസ്റ്റായിട്ട് നന്ദി എടുത്തു പറയേണ്ട ഒരാൾ ഷൈനി നോബിള്, ജോയ്പ്പ്, ജിജോ, ഇത്രയും പേർക്ക് ഞാൻ എൻ്റെ കമ്മിറ്റി അംഗങ്ങളുടെ പേരിലും എല്ലാവരുടെയും പേരിലും നന്ദി പറഞ്ഞുകൊള്ളുന്നു. ഇതോടുകൂടി നിർത്തുന്നു. താങ്ക് യു. സർവലോകർക്കും നന്മയേകും കാരുണ്യമായി ബേത്ലഹേമിന്റെ മാറിൽ ഒരാരോമൽ ഉണ്ണിവിരങ്ങൾ പിന്നിൽ താരകൾ പുൽകി തൂകി മണ്ണിൽ ക്രോറിയ നാളങ്ങൾ പാടി അവൻ പള്ളിക്കത്തയണിഞ്ഞിട്ട് കണ്ണും ചിമ്മി തുറന്നിട്ട് കുഞ്ഞിക്കാലി തടിക്കുകയാ എങ്ങും ആഘോഷമുണരുകയാ. DJ Nick, DJ Balde.